ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജൂസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും എല്ലാ നാട്ടിലൊക്കെ മഴയൊക്കെ കിട്ടിയോ? ഞങ്ങൾക്ക് മഴയൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം ചെറുതെങ്കിലും മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടിന് നല്ല കുറവുണ്ട്. പക്ഷേ നമ്മൾ ഈ ലൈറ്റിൻ്റെയൊക്കെ ചുവട്ടിൽ നിൽക്കുകയാണെങ്കിൽ ചൂടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് രാത്രിയൊക്കെ നല്ലൊരു ആശ്വാസമുണ്ട് കേട്ടോ അപ്പോൾ ചൂടിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉഷാറൊക്കെ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഴയായി. അപ്പോൾ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയി അല്ലേ. അപ്പോൾ അതങ്ങനെയൊക്കെ പോട്ടെ. പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മഞ്ഞളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ദേഹത്തൊക്കെ പുരട്ടാനും ഒക്കെ പറ്റിയൊരു എണ്ണ. അപ്പോൾ ഇന്ന് ഞാൻ അതൊന്ന് എൻ്റെ ദേഹത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നതും പിന്നെ ഈ ഓയിലി സ്കിന്നുകാർ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അന്ന് പിന്നെ നമുക്ക് ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. നമ്മൾ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ചിലപ്പം ആ വീഡിയോയിലൊന്നും പറയാൻ പറ്റില്ല, ടൈം കുറച്ച് കൊണ്ടുവരുന്നതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഫുള്ളും നമ്മുടെ ചാനലിന് തരണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിതാ ഉണ്ടാക്കിയിരുന്ന എണ്ണ ഇതാണ് കേട്ടോ. മഞ്ഞളും എണ്ണയും കൂടെ, നല്ലെണ്ണയും മഞ്ഞളും കൂടെ തിളപ്പിച്ചുണ്ടാക്കിയ ഒരു എണ്ണയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കണ്ടില്ലേ, അടിയിലെല്ലാം നമ്മുടെ ആ മഞ്ഞളെല്ലാം ഇങ്ങനെ ഡംപായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു കുപ്പിയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ഇതിലല്ല സാധാരണ വെക്കാറ്, പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണയുടെ കളറ് കാണാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം നമുക്കത് ഇതുപോലെ ഒരു ഫണൽ വെച്ചിട്ട് നമുക്ക് ഈ അതിൻ്റെ മഞ്ഞളിൻ്റെ ആ അടി ആവാതെ നമുക്ക് ഈ എണ്ണ മാത്രം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ എണ്ണ ഇത്രയേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ കുറച്ചായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത് കൂടുതൽ ഉണ്ടാക്കി വെച്ചാലേ, നമ്മൾ എന്നും പുരട്ടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എന്നൊന്നും എനിക്ക് പുരട്ടാൻ സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരേ. അപ്പോൾ നമ്മുടെ എണ്ണ കൂട്ടുകാർ കണ്ടല്ലോ, ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ചെറിയ പാത്രത്തിലാക്കാനാണ് വിചാരിച്ചത്, പക്ഷേ അത് കൂട്ടുകാർക്ക് നല്ല കളറിൽ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലൊരു പാത്രത്തിലാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി പിന്നെ ഞാൻ അതിലേക്ക് മാറ്റും. ഇതിപ്പോൾ തൽക്കാലം ഇതിൽ നിൽക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് നമ്മുടെ ദേഹത്തൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഞാൻ മുഖത്ത് തേക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഞാനിത് കൈകാലുകളിലെല്ലാം ഞാൻ തേക്കും. അത് ഞാൻ ബാത്റൂമിൽ പോയിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകുമ്പോഴേ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ ഇപ്പോൾ തൽക്കാലം ആ എണ്ണയല്ല എടുക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇത്രയും ഇതിൽ എണ്ണയും ഉണ്ട്, അതേപോലെ തന്നെ ഈ നമ്മുടെ അടിയിൽ കെട്ടിക്കിടക്കുന്ന മഞ്ഞളുണ്ട്. ഇത് നല്ല ബെസ്റ്റാണ് കേട്ടോ. കാരണം ഒന്നാമത് എണ്ണയിൽ വെന്തതല്ലേ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എടുത്ത് തീർത്തതിന് ശേഷം ആ എണ്ണ എടുത്താൽ മതി. അപ്പോൾ ഈ എണ്ണ നല്ലതാണ് കേട്ടോ ദേഹത്തൊക്കെ തേച്ച് കുളിക്കാൻ. പണ്ടുണ്ടല്ലോ, നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണ ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കുളിക്കാൻ, നമ്മളെ എണ്ണ തേച്ച് വേവുകളിലൊക്കെ പിടിച്ച് നമ്മളെ കുളിപ്പിക്കുമല്ലോ. ആ സമയത്ത് ഇതുപോലത്തെ എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ അത്രയും ദിവസം നമ്മുടെ ദേഹത്ത് തേക്കുമായിരുന്നു. അതായത് നമുക്ക് കുളിക്കാനുള്ള ദിവസം എന്നാണോ ആവുന്നത് അന്ന് മുതൽക്ക് നമ്മളെ ഈ എണ്ണകൾ തേച്ചാണ്, മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ള എണ്ണ തേച്ചാണ് നമ്മളെ കുളിപ്പിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്രസവരക്ഷി എല്ലാം കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും നമ്മുടെയൊക്കെ ആകെ തന്നെ നമ്മളൊന്ന് മാറും അല്ലേ. അത് കുട്ടികൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അമ്മമാർക്കൊക്കെ അത് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എണ്ണ തന്നെയാണ് ഞാനൊന്ന് വീണ്ടും ഉണ്ടാക്കിയത് കേട്ടോ. അന്നിപ്പം മാത്രമല്ല, എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. ഞാൻ ചെറുപ്പത്തിലേ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അവരുടെ ഡ്രൈ സ്കിന്നിൻ്റെ ആ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് സോഫ്റ്റ് ആവാൻ വളരെ ബെസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് തേക്കുമ്പം പിമ്പിൾസ് അത് ഇതൊക്കെ വരുമെന്നൊന്നും പേടിക്കണ്ട. അത് വരും, പക്ഷേ വരാതിരിക്കാനുള്ള സൂത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാനിതൊക്കെ ഒന്ന് ഊരി മാറ്റട്ടെ കേട്ടോ. ഞാൻ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുമ്പ് ഇത് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതേ. അപ്പോൾ ഇതാ
കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം കൈ ഇങ്ങനെ കണ്ടോ, കളർ തന്നെ കണ്ടില്ലേ, നല്ല മഞ്ഞ കളർ ഇരിക്കുന്നത്. എന്നിട്ട് ആദ്യം നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലായിടവും ഒന്ന് തേച്ച് കൊടുക്കാം. ഈ കണ്ണിൻ്റെ ചുറ്റിലുള്ള കറുപ്പൊക്കെ പോവാൻ, എല്ലായിടവും ഈ മൂക്കിൻ്റെ അറ്റത്തൊക്കെ ഈ കറുത്ത കുത്തുണ്ടാവുമല്ലോ, എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറേ ആകുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യും. പിന്നെ ചില സമയത്ത് ഞാനങ്ങ് ഭയങ്കര ഉഴപ്പ് കേട്ടോ. ഈ ഒക്കെ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ഉഴപ്പ് എന്ന് പറഞ്ഞാൽ ഉഴപ്പിൻ്റെ ആശാത്തിയാണേ. അപ്പം നമുക്കറിയുന്ന വിവരങ്ങളെല്ലാം നമ്മളെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ സത്യസന്ധമല്ലാത്ത ഒരു കാര്യവും ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യില്ല. അങ്ങനെ കിട്ടുന്ന ഒരു വ്യൂസോ ലൈക്കോ അല്ലെങ്കിൽ യൂട്യൂബ് ഇൻകമോ ഒന്നും എനിക്ക് വേണ്ട. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം തോന്നുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അമ്മൂമ്മമാരോ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും ഇതൊക്കെ എത്രത്തോളം നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ളത്. ഞാൻ ഈ കണ്ണിൻ്റെ മുകളിലെല്ലാം ഞാൻ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് മുഖത്ത് തേക്കുമ്പോഴും കൂട്ടുകാർക്ക് അറിയാലോ, നമ്മൾ കഴുത്തിലെല്ലാം ചെയ്യണം. കാരണം ദേഹത്ത് കൈകാലുകളിലൊന്നും തേക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും നമ്മൾ മുഖത്ത് ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ ഇത് രണ്ടും വേറെ വേറെ ഒരു കളറ് പോലെ നിൽക്കും നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 1/4 മണിക്കൂർ മുതൽ ഒരു അരമണിക്കൂർ വരെ, ഒരു 20 മിനിറ്റൊക്കെ എന്തായാലും പിടിപ്പിക്കണേ. അരമണിക്കൂറാണെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ അത് തേച്ചിട്ട് പിടിപ്പിക്കുക. എന്നതിന് ശേഷം കുളിക്കുക കേട്ടോ. അപ്പം ഞാനിനിയിപ്പോൾ പോയിട്ട് ഈ കഴുത്തിലും പിന്നെ അതേപോലെ കൈകാലുകളിലൊക്കെ ഒന്ന് തേക്കാൻ പോവാണ്. കാരണം ഇത് ഇത്രയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഇത് ബാക്കി വെക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് തേച്ച് തീർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ച് വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞ ഉടനെ എനിക്കൊന്ന് പ്രാർത്ഥിക്കുന്ന ഇതുണ്ട്. അപ്പോൾ അതൊന്ന് പ്രാർത്ഥിച്ചു. ഒരു ഭസ്മം തൊട്ടില്ല, പൗഡർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുളിച്ച് വന്ന് പ്രാർത്ഥിച്ച ഉടനെയാണ്. ഇനി നമ്മൾ ഇതിപ്പം ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഇനി ഇതിൽ എക്സെപ്ഷനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓയിൽ സ്കിന്നുകാർ, ഡ്രൈ സ്കിന്നുകാർ ഇതൊന്നും ചെയ്യേണ്ട, അവരുടെ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഓയിലി സ്കിന്നുകാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ചൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക. അപ്പം നമുക്കിങ്ങനെ തൊട്ട് ഒരു ഇത്തിരി നേരം നമ്മൾ വെച്ചാലും നമ്മളെ കൈ പൊള്ളരുത്. നേരിയ ചൂട്, കാരണം മുഖത്ത് വെക്കാനാണ്, അതുകൊണ്ടാണ്. അപ്പം മുഖത്തേക്ക് നമ്മൾ ഒരുപാട് ചൂട് നമ്മൾ വെക്കാൻ പാടില്ല. എന്നിട്ട് ഒരു ടവൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ടവൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ആ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മളിതാ ഒന്നിങ്ങനെ കുറച്ച് നേരം ഒന്നിങ്ങനെ ഇങ്ങനെ നമ്മൾ എല്ലായിടവും നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. മുഖത്ത് മാത്രം മതി, കാരണം അവിടെയാണല്ലോ നമുക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ കുരു വരും എന്നുള്ള ആളുകൾ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യണ്ട. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മുക്കുക. നേരെ ചൂടാണ് കേട്ടോ, നമ്മളെ മുഖത്തിന് പറ്റുന്ന അതേ ചൂടാണ്. ഒരുപാട് ചൂട് ഒരിക്കലും നമ്മൾ മുഖത്ത് ഏൽപ്പിക്കരുത്. അതുപോലെ ആവി കൊള്ളുകയാണെങ്കിലും ചെറിയതായ രീതിയിലൊന്ന് ഒരു സ്ലൈറ്റായിട്ടുള്ള ഒരു ആവി കൊള്ളാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ അങ്ങനെ ഞാൻ എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആവി പിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നേരിയ ചൂട് ബാത്റൂമിൽ നിന്ന് തന്നെ ചൂടുവെള്ളം എടുത്തിട്ട് ഞാൻ നേരിയ ചൂടിൽ മുഖം ഒന്ന് നന്നായിട്ട് കഴുകി വരിക ചെയ്യുക. ഇന്നിപ്പം നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരേണ്ടതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ബാത്റൂമിൽ നിന്ന് നേരിയ ചൂടുവെള്ളം എടുത്തിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നമുക്കിങ്ങനെ ടവലിൽ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ നമുക്ക് കഴുകാം, തുടച്ചെടുക്കാം.
അപ്പോൾ ഇത്രയും ചെയ്താൽ മതി നമ്മുടെ ഓയിൽ സ്കിന്നുകാർ. അവർക്ക് ഒരു പിമ്പിൾസോ കാര്യങ്ങളോ വരില്ല. പക്ഷെ ചെയ്യണം. ചെയ്യാതെ നമ്മൾ വെറും ഈ എണ്ണ അപ്ലൈ ചെയ്തിട്ട് കുളിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ റെഗുലറായിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ആ ഓയിൽ കൂടുതൽ, കാരണം ഓയിലല്ല, അവരുടെ സ്കിൻ ഓൾറെഡി ഓയിലിയാണ്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ കുരുക്കൾ വരും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ബെസ്റ്റ് മെത്തേഡാണ്. കൂട്ടുകാർ ചെയ്യാത്തവരൊക്കെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പിന്നെ ഇപ്പോൾ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് കളറ് വെച്ച് തുടുക്കുന്നതെന്നല്ല പറഞ്ഞത്. നല്ലൊരു മാറ്റം നമ്മുടെ സ്കിന്നിന് വരുന്ന ഒരു നല്ലൊരു എണ്ണ തന്നെയാണ്. അതുകൊണ്ട് മുമ്പേ എല്ലാവരും നമ്മളെ മുൻപുള്ള ആൾക്കാരെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ്. അതൊന്നും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.